ഇന്ന് മലയാളി സമൂഹത്തിൽ 10 ടൈപ്പ് വീടുകളാണ് നമ്മൾ കാണുക. 10 കൂട്ടം വീടുകൾ. 8 തെറ്റായ കുടുംബങ്ങൾ, 2 ശരിയായ കുടുംബങ്ങൾ. പാറമേൽ പണിത വീടെന്ന് പറയുമ്പോൾ തെറ്റായ 8 പെടുമോ നമ്മുടെ വീട്, അതോ ശരിയായ 2 പെടുമോ നമ്മുടെ വീടെന്നുള്ള ഒരു ആത്മശോധനയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. തെറ്റായ കുടുംബങ്ങൾ 8 ശരിയായ 2. 1, തെറ്റായ കുടുംബം വീട് ഒരു ബാർ ഹോട്ടൽ, വീട് ഒരു മദ്യഷാപ്പ്. ചില കുടുംബങ്ങൾ ബാർ ഹോട്ടലുകളാണ്, മദ്യഷാപ്പുകളാണ്. എങ്ങനെയുള്ള കുടുംബമാണ്? ഏതാഘോഷത്തിനും അല്പം കള്ളു കുടിക്കുന്ന കള്ളു വിളമ്പുന്നത്. ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസമാകാം, ഒരു ഹൗസ് വാമിങ് ആകാം, ക്രിസ്മസ് ആകാം, ഈസ്റ്റർ ആകാം. ആഘോഷം നടത്തുമ്പം അല്പം ലഹരി കൊടുക്കുക. ഗൾഫിൽ നിന്നും മറ്റും ചെല്ലുമ്പം അത് കിട്ടുമോയെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പം ലഹരി വിളമ്പിയില്ലെങ്കിൽ ശരിയാകത്തില്ല. ചിലർ എൻ്റെ അച്ഛ കുടിച്ചില്ലെങ്കിൽ ഒരു ഏതാണ്ട് പോലെ, കുടിച്ചില്ലെങ്കിൽ ഒരു ഇതുമില്ല. 2 കൂടപ്പറപ്പാണ്, 1 ഇത്, 2 ഏതാണ്ട്. ഇപ്പം ലഹരി വിളമ്പുക. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്. ക്രിസ്മസിന് കുടിക്കും, ദൈവം മനുഷ്യനായി പറയുന്നതിൻ്റെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച ദൈവം മരിച്ചതിൻ്റെ മനപ്രയാസം. ഉയർപ്പ് ഞായറാഴ്ച ഒന്നുകൂടെ പൊങ്ങി വന്നതിൻ്റെ പരമസന്തോഷം. തിരുനാൾ, നാടിൻ്റെ ഉത്സവം. ഒന്നുമല്ലാത്തൊരു ദിവസം മനുഷ്യൻ കുടിച്ചു പോന്നു. പൊന്നു മനുഷ്യ, എന്തിനാ ഇന്ന് കുടിച്ചത്? മറുപടി, എൻ്റെ കൊച്ച് മുലകുടി നിർത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കുപ്പികുടി ആരംഭിച്ചതാണ്. അതിന് ചേർന്ന പരസ്യമുണ്ട്. എവിടെ ചെന്നാലും ഇത് പരസ്യമാണ്. എവിടെ പരസ്യമില്ലാത്തത്? എവിടെ ചെന്നാലും പരസ്യമാണ്. 2 സാരി എടുത്താൽ ഒരു ബ്ലൗസിൻ്റെ കൈ ഫ്രീ, 3 സൂചി എടുത്താൽ 2 കുത്തു ഫ്രീ. ബാർ ഹോട്ടലിലും പരസ്യമാണ്. 2 പെഗ് എടുത്താൽ ഒരു മഗ് ഫ്രീ, 2 മഗ് എടുത്താൽ ജഗ് ഫ്രീ, 2 ജഗ് എടുത്താൽ ഹാഫ് ഫ്രീ, 2 ഹാഫ് എടുത്താൽ ഫുള്ള് ഫ്രീ, 2 ഫുള്ള് എടുത്താൽ റീത്ത് ഫ്രീ, ചേർത്തെടുത്താൽ പെട്ടി ഫ്രീ. എന്തെല്ലാം ഫ്രീയാണ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ കേരളത്തിലെ പല ഭാഗത്ത് ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ പല കൂട്ടം കള്ളച്ചാരായങ്ങൾ പ്ലാസ്റ്റിക് കൂടിൽ വിൽക്കുന്നത് കൊണ്ട് പലതിൻ്റെയും ഒരു 5-6 പേര് വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. 1 ഓടയം മറിയം, 2 മണവാട്ടി, 3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേ കയറി, 5 പോസ്റ്റ്മാൻ, 6 മിശിക. ഓടയം മറിയം മുണ്ടകയത്ത് വെച്ചാൽ കണ്ടത്. അതിൽ 2 കവിള് കുടിച്ചാൽ മതി. കുടിച്ചയാൾ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞ് വീഴും. എന്നിട്ട് പാട് ഓടയം മറിയും. മണവാട്ടി കുടിച്ചാൽ പിന്നെ മുടിഞ്ഞ നാണം തിരുമിക്കൊണ്ടിരിക്കും, കയ്യേന്ന് വിടുകയല്ല. പുല്ലുപെറുക്കി കുടിച്ചാൽ മതി, വെട്ടം വീഴുന്നവരെ മുറ്റത്ത് കുത്തിയിരുന്ന് സകലമാന പുല്ലും പറിച്ചുകൊണ്ടിരിക്കും. പോസ്റ്റേ കയറി 2 കവിള് കുടിച്ചാൽ മതി. ചാമ്പ, പേര, കപ്പളം, കമുക്, തെങ്ങ, പ്ലാവ്, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക. പോസ്റ്റ്മാൻ അല്പം കുടിച്ചാൽ മതി. കുടിച്ച കക്ഷി ഭൂമിയിലുള്ള എല്ലാ വീടുകൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം വീട് മാത്രം അവിടെ ആണെന്ന് യാതൊരു പിടിയുമില്ല. മിശിഹ 1 പെഗ് അടിച്ചാൽ മതി. അടിക്കുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പെഗ് കണ്ണു തുറക്കാൻ പറ്റത്തുള്ളൂ. ഏതെല്ലാം പേരില്ല. വീട് ഒരു മദ്യഷാപ്പ്. ലഹരി വിളമ്പുന്ന കുടുംബത്തിൽ അനുഗ്രഹമില്ല. യേശയ്യ 5:11. നിന്റെ വീട്ടിലെ വിരുന്ന് മേശയിൽ നീ ലഹരി വിളമ്പിയാൽ വിരുന്നിൻ്റെ കർത്താവ് നിന്റെ വീടിനോട് യാത്ര പറയും. യേശയ്യ 5:11. നിന്റെ വീട്ടിലെ വിരുന്ന് മേശയിൽ ലഹരി വിളമ്പിയാൽ വിരുന്നിൻ്റെ ദൈവം വീടിനോട് യാത്ര പറയും. ഇത്തിരി വിളമ്പിയാലും ഒത്തിരി വിളമ്പിയാലും ആ കുടുംബം അനുഗ്രഹമില്ലാത്ത കുടുംബം. 2 വീട് ഒരു കശാപ്പ് കട. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. കുഞ്ഞുങ്ങളെ ഉദരത്തിൽ നശിപ്പിക്കുന്ന കുടുംബം അനുഗ്രഹമില്ലാത്ത കുടുംബം. നമ്മൾ പരസ്നേഹ പ്രവൃത്തികളും ദാനധർമ്മങ്ങളും ത്യാഗങ്ങളും വഴി പരിഹാരം ചെയ്തില്ലെങ്കിൽ അനുഗ്രഹമില്ലാത്ത കുടുംബം. വീട് ഒരു കശാപ്പ് കട. 3 വീട് ഒരു സിനിമാ തിയേറ്റർ. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ സിനിമയുടെ CD ഇട്ട് കാണുക. അല്ലെ റിമോട്ട് കൈപ്പിടിച്ച് തവളയാട്ടം പോലെ ചാടിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുക. സീരിയൽ ഭ്രമമായി, അഡിക്ഷനായി. വീട് ഒരു സിനിമാ തിയേറ്റർ. 4 വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില വീടുകൾ ബ്യൂട്ടി പാർലറുകളാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ പരമാവധി മേടിച്ച് ഉപയോഗിക്കുന്ന വീട്. ആ വീടിനെ വിളിക്കും വീട് ഒരു ബ്യൂട്ടി പാർലർ. എന്തെല്ലാം മേക്കപ്പ് സാധനങ്ങളാണ് മേടിച്ച് വെക്കുക. പരസ്യം. ഇന്ന് പരസ്യത്തിൻ്റെ ലോകമാണ്. എന്തെല്ലാം പരസ്യമാണ്. തലയിൽ മുടിയില്ലേ, ഇന്ദുലേഖ പുരട്ടു, മുടി കിളിപ്പിക്കൂ. ഉള്ളം കയ്യിൽ കിളുക്കാതിരിക്കാൻ ചൂടുവെള്ളത്തിൽ കൈ കഴുകി കളയൂ. ലവണതൈലം പുരട്ടു, കുടവേറ് കുറയ്ക്കൂ. എൻ്റെ കൂടെ അച്ഛൻ 117 കിലോ 500 ഗ്രാം. അച്ഛൻ്റെ വയറ് കപ്പ പാടുന്ന ചെമ്പ് പോലെ മടിഞ്ഞു കിടക്കുന്നു. അച്ഛൻ 5 പാത്രം ലവണതൈലം മേടിച്ച് 3 മാസം പുരട്ടി അച്ഛൻ്റെ വലതുകൈ മെലിഞ്ഞു പോയി. വയറതുപോലെ ഇരിപ്പുണ്ട്. ഇന്ന് പരസ്യത്തിൻ്റെ ലോകമാണ്. ബ്യൂട്ടി പാർലറുകൾ.
പേരാനിലെ അവർ മേക്കപ്പ് സാധനം, എന്തെല്ലാം അലങ്കാര വസ്തുക്കളാണ്. അലങ്കാര വസ്തുക്കൾ. തൊലി കറുത്തവരുടെ ഓർമ്മ പൗഡറിട്ട് വെളുപ്പിച്ചാൽ കുറച്ച് ഷേവിങ് ചെയ്ത് കഴിഞ്ഞാൽ സൗന്ദര്യം കൂടിയെന്നാണ്. കറുത്തവർക്ക് വെളുത്ത് കിട്ടാൻ ആഗ്രഹം. തൊലി വെളുത്ത സായിപ്പിനാണല്ലോ ഒന്ന് കറുത്ത് കിട്ടിയാൽ മതി. കോവളം ശംഖുമുഖം ബീച്ചിലൊക്കെ നോക്കണം. ദൈവമേ, കൊടും വെയിലത്ത് തെരണ്ടി മീൻ ഉണക്കാനിട്ട പോലാണ് എത്രയാണോ മരന്ന് കിടക്കുന്നത്. ഒന്ന് കറുത്ത് കിട്ടിയാൽ മതി. കറുത്തവർക്ക് വെളുപ്പിൽ സൗന്ദര്യം, വെളുത്തവർക്ക് കറുപ്പിൽ സൗന്ദര്യം. ഇപ്പം കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില വീടുകളോ എന്തും മുടുത്ത വീടുകളോ ഉണ്ടാക്കിയിടുക. വിദേശത്തെ ഗൾഫിലെയൊക്കെ പണം കൊണ്ട് നാട്ടിലുണ്ടാകുന്ന ചില കെട്ടിടങ്ങൾ, എത്ര മുറികൾ, വിശാലമായ ഗ്രൗണ്ട്, അന്തേവാസി, പാറ്റ, മൂട്ട, പല്ലി, അരണ, പൂച്ച, ഇത്രയേ ഉള്ളൂ. ആരും താമസിക്കാനേ ഇല്ല. എന്തോ ഒരു വേസ്റ്റാണ് നമ്മൾ വീട് പണിതിടുക. ഭിത്തി വീണ്ട് കയറുന്ന ഗൾഫ് മലയാളികളുടെ വീടുകൾ കേരളത്തിൽ പല ഭാഗത്തും കാണാം. അപ്പോൾ അങ്ങനെ വീടുകളുണ്ട്. എത്ര മുടുത്ത വീടാചാര്യ. ഓമല്ലൂർ ഒരു വീട്ടിൽ ചെന്നു. അമേരിക്കൻ മലയാളി സുഹൃത്ത് വീട് വെച്ചേക്ക് എന്നെ വിളിച്ചുകൊണ്ട് ചെന്നത്. ഞാൻ പ്രാർത്ഥിച്ചു. ഈ ഹോളി വാട്ടർ തളിച്ച് എൻ്റെ വലതുകയുടെ ഒരം പറഞ്ഞു പോയി. പുകപ്പര, മറപ്പര, കുളിപ്പര, ഷീറ്റ് വര, എന്തോ ഒരു മുഴുപ്പാന് ദൈവമേ. ഞാൻ വെഞ്ചരിക്കാൻ കയറിയത് ഓമല്ലൂരാ, ഇറങ്ങിയപ്പം കൈപ്പട്ടൂരായി. ഇത്രയും മുഴുത്ത കെട്ടിടങ്ങൾ. ഇപ്പം മറുനാടൻ മലയാളിയുടെ കുടുംബങ്ങൾ നമ്മൾ കണ്ടെത്തും. വീട് ഒരു ബ്യൂട്ടി പാർലർ. അനുഗ്രഹം നഷ്ടപ്പെടുന്ന, കൃപ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ. ഇപ്പോൾ 1 ഒരു മദ്യഷാപ്പ്, 2 കശാപ്പ് കട, 3 സിനിമാ തിയേറ്റർ, 4 ബ്യൂട്ടി പാർലർ, 5 സിമിത്തേരി. ചില വീടുകൾ സിമിത്തേരികളാണ്. സിമിത്തേരി എന്ന് പറഞ്ഞാൽ വർത്തമാനം പറച്ചിലില്ല. എല്ലാവരും ശാന്തമായിട്ട് കിടക്കുന്ന സ്ഥലം സിമിത്തേരി. ചില വീടുകൾ സിമിത്തേരികളാണ്. ഭർത്താവ് കൂട്ടുകാരെ കാണുമ്പോൾ ഇഷ്ടം പോലെ സംസാരം, ഭാര്യ പള്ളിച്ചിലും കൂട്ടുകാരികൾ കാണുമ്പം ഇഷ്ടം പോലെ സംസാരം. പക്ഷേ ഭർത്താവ് പോലെ ഒരുമിച്ച് കൂടിയോ മിസ്റ്റർ സക്കറിയ, മിസ്സസ് എലിസബത്ത്, നിത്യം അവനും കുത്തിയിരിപ്പ്, ഒന്നും പറയാനായിട്ടില്ല, ഒന്നും പറയാനില്ല, സംസാര വിഷയമേ ഇല്ല, ഷെയറിങ് നടത്താൻ ഒന്നുമില്ല. ചില കുടുംബത്തിൽ ചിലരോട് അവർ എൻ്റെ അച്ഛാ എന്നാ പറയാനാ എന്നും കാണുന്ന ആൾക്കാർ. ആകെയുള്ളത് 83 വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമുണ്ട് പറയാൻ. വേറെ പുത്തനായിട്ടൊന്നുമില്ല. മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കണം. വിഷയം ഉണ്ടാക്കി സംസാരിച്ചുകൂടെ? ഭർത്താവിന് രാഷ്ട്രീയം ഇഷ്ടമാണോ? ഭാര്യ രാഷ്ട്രീയം തന്നെ പറയണം. ഭർത്താവിനെ അങ്ങനെ താല്പര്യപ്പെടുത്തിയെടുക്കണം. ഭാര്യയോട് ചോദിക്കണം, എടി സ്വർണ്ണവല ഇങ്ങനെ കൂടിയും കുറച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അങ്ങ് മേടിച്ചാലോ? പിന്നെ വർത്തമാനം തീരുമോ? വെട്ടം വീഴുന്നവരെ. സംസാരത്തോട് സംസാരമല്ലേ. ഇപ്പം നോക്കിയും കണ്ടും പറയാൻ പഠിക്കണം. സംസാരം, കുടുംബത്തിൽ സംസാരം വേണം. സംസാരം ഇല്ലെന്ന് വരിക കുടുംബം ഒരു സെമിത്തേരിയാണ്. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. അതന്നെ ആദ്യ രാത്രിയിൽ ചൂടടിച്ച് ഉരുമി പുതപ്പിന് കീഴെ കുറേ സമയം ഇങ്ങനെ കിടക്കാമെന്ന് ഓർത്തപ്പം അത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിക്കുന്നു? ഇതന്നെ അച്ഛാ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ നീനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ വിവാഹത്തിന് ഒരു ഗതാനം നടത്തി അച്ഛൻ പറഞ്ഞു, വിഷയങ്ങൾ തീരുമ്പം മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം എടുത്തിടുക. ഇത്രയും വലിയ വിഷയമാവുന്ന എൻ്റെ അച്ഛാ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. സംസാരം വേണം കുടുംബത്തിൽ, സംസാരിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് ഓർക്കുക, കുടുംബത്തിൽ സംസാരിക്കാതിരുന്നാൽ ആകപ്പാടെ പ്രശ്നമാണ്. 70കാരൻ ഭർത്താവ്, 65കാരി ഭാര്യ. ഭർത്താവ് പെട്ടെന്ന് ചൂടാവും, ഭാര്യ അങ്ങനെ ചൂടാകത്തില്ല. ഒരിക്കൽ ചൂടായ പിന്നെ 10 മാസം കഴിഞ്ഞാൽ വാ വിളിക്കത്തുള്ളൂ. അത്രയ്ക്കും വാശിക്കാരി. ഒരു ദിവസം എന്തോ പറഞ്ഞു, ഭർത്താവ് എന്തോ പറഞ്ഞു, കട്ടുകൂടിയ വർത്തമാനമായി. ഭാര്യ അങ്ങ് മൗനം പാലിച്ചു. സന്ധ്യയായി ഭർത്താവ് കിള്ളി നോക്കി നുള്ളി നോക്കി, ഒരനക്കവും ഇല്ല. വീട്ടിലെന്തോ സാധനം കാണാതെ പോയി. ഭർത്താവ് തപ്പി, പൊട്ടച്ചട്ടി, കുട്ടിപ്പാള, പത്താഴം, അലമാരി, മേശ കീഴ് 2 ദിവസം തപ്പിയിട്ടും പോയ സാധനം കിട്ടുന്നില്ല. അവസാനം ഭാര്യ ചോദിച്ചു, എന്നാ മനുഷ്യ നിങ്ങളെ കാണാതെ പോയേ? അവൻ പറഞ്ഞു, എൻ്റെ ഏടി സമാധാനമായി, കിട്ടിപ്പോയി. 2 ദിവസമായിട്ട് നിൻ്റെ സ്വരം എവിടെ പോയെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പോൾ കുടുംബത്തിൽ ഒരു സമാധാനത്തിന് അന്തരീക്ഷം വേണം. ഇല്ലെങ്കിൽ വീട് സെമിത്തേരി. വർത്തമാനമില്ലാത്ത കുടുംബം, സംസാരമില്ലാത്ത വീട്, ആ വീടിനെ വിളിക്കും വീട് ഒരു സെമിത്തേരി. നമ്മുടെ വീടുകൾ സെമിത്തേരികളാണ്. 6 വീട് ഒരു നരകം. ചില വീടുകൾ നരകങ്ങളാണ്. നരകമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ശോഭിക്കുന്ന കെട്ടിയവൻ, കോപിക്കുന്ന ഭാര്യ, ആ വീട് ഒരു നരകമാണ്. ധിക്കരിക്കുന്ന മക്കൾ, തോന്നുന്ന പോലെ സംസാരിക്കുന്ന മാതാപിതാക്കൾ, ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു നരകം. അപ്പം നമ്മുടെ വീട് ക്ഷിപ്രകോപമുള്ള, എടുത്തുചാട്ടമുള്ള ഒരു നരകമാണോ നമ്മുടെ വീട്? വീട് ഒരു നരകം. 7 വീട് ഒരു അനാഥശാല. ചില വീടുകൾ അനാഥശാലകളാണ്. എങ്ങനെയുള്ള വീടാണ് അനാഥശാല?
അനാഥശാലയിൽ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, മരുന്നുണ്ട്, വസ്ത്രമുണ്ട്, ടി വിയുണ്ട്, പേപ്പറുണ്ട്. പക്ഷെ ആരും ആരുടെയും സ്വന്തമല്ല. ആരും ആരുടെയും സ്വന്തമല്ല. കഷ്ടപ്പെട്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പണിയെടുക്കുന്ന കെട്ടിയവൻ ഭാര്യ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, മക്കൾ ആദരിക്കുന്നില്ലെങ്കിൽ അപ്പന് വീട് അനാഥശാല. കഴുതയെ പോലെ പണിയുന്ന അമ്മ ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വീട് അനാഥശാല. കുഞ്ഞുങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ അമ്മയ്ക്കും അപ്പനും സമയം കിട്ടുന്നില്ലെങ്കിൽ വീട് അനാഥശാല. പ്രായമായ മാതാപിതാക്കളെ മക്കളും മരുമക്കളും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് വീട് അനാഥശാല. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടെഴുതി. ആ പാട്ട് ഇങ്ങനെ എഴുതി: സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, സ്വന്തങ്ങൾ ബന്ധങ്ങൾ വെറും ജലരേഖകൾ. സ്വന്തങ്ങൾ ബന്ധങ്ങൾ വെറും ജലരേഖകൾ. അങ്ങനെയുള്ള കുടുംബമുണ്ടോ? ആ വീടിനെ വിളിക്കും വീട് അനാഥശാല. കൂടെയിരിക്കാൻ, കേൾക്കാൻ, വർത്തമാനം പറയാൻ, ഇടപെടാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ആ വീടിനെ വിളിക്കും വീട് അനാഥശാല. 8, വീട് ഒരു ചന്ത. ചന്തയിലെ വർത്തമാനം പറയുന്ന അപ്പനും അമ്മയാണോ മക്കളത് കാണാപ്പാഠം പഠിക്കും. അപ്പൻ പറയുന്ന വാക്ക് ആൺകുട്ടി ശ്രദ്ധിക്കും, അമ്മ പറയുന്ന വാക്ക് പെൺകുട്ടി ശ്രദ്ധിക്കും. അത് അവരുടെ ശൈലിയായിട്ട് മാറും. ഒരപ്പൻ വീട്ടിൽ വാ പിടിച്ചാൽ പറയുന്ന വാക്ക് കോപ്പ്, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ, മറ്റോൻ, മറിച്ചവൻ. അപ്പൻ 7 വയസ്സുള്ള മോൻ ഗുണനപ്പട്ടിക ചെല്ലുന്ന പോലെ ഇത് കാണാപ്പാടം പറഞ്ഞു പഠിച്ചു. കൊപ്പയ, കിഴങ്ങ്, മാടാ, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ. പള്ളിത്തിരുന്നാൾ വന്നു. അപ്പൻ 200 രൂപ കൊടുത്ത് മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി മോന് മേടിച്ചു കൊടുത്തു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു, വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ട്രെയിൻ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാരും 2-3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. വണ്ടി പോകുന്ന ശബ്ദം. അപ്പന് ചൊറിഞ്ഞ് കയറുക. കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ നിൽക്കുന്ന ശബ്ദം. നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിലെത്തി. 3 പൊട്ടന്മാരിറങ്ങി, 5 മറ്റന്മാർ പിന്നെയും കയറി. വണ്ടി പിന്നോട്ട് പോകുന്നു. ആരിശം വന്ന് അപ്പൻ തീവണ്ടി എടുത്ത് ഒറ്റയേറ്. 5 കഷ്ണമായിട്ട് തീവണ്ടി പൊട്ടിപ്പറിഞ്ഞു പോയി. ഇവൻ കുത്തിയിരുന്ന് കരഞ്ഞു. അരമണിക്കൂർ കരഞ്ഞ് അവൻ്റെ സ്വരം അടച്ചു. ഇത് കണ്ട് അപ്പൻ്റെ മനം പിടിച്ചു. ഞാനാ കുത്തിയിരുന്ന് മോങ്ങുന്നത്. എൻ്റെ തീവണ്ടി അപ്പൻ അഞ്ഞ് പൊട്ടിച്ചില്ലേ, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു: ചീത്തവാക്ക് പറഞ്ഞിട്ടാണ്. മേരി പറയാതിരുന്നാൽ പരിഹാരമുണ്ട്. അവൻ പറഞ്ഞു: അപ്പനാണ് സത്യം, ഇനി അഴുക്കുവാക്കൊന്നും പറയില്ല. പുതിയ തീവണ്ടി മേടിച്ചു തരാമോ? പുത്തൻ മേടിക്കാൻ കാശില്ല, പെറുക്കി കൊളുത്തി തരാം. അപ്പം കുത്തിയിരുന്ന് പെറുക്കി കൊളുത്തി പഴയതുപോലെ തീവണ്ടിയാക്കി. എറിഞ്ഞു പൊട്ടിക്കാനും പെറുക്കി കൊടുത്താലും എല്ലാം കൂടി 1 മണിക്കൂറായി. മേരി മോശമൊന്നും പറയല്, അപ്പനാണ് സത്യം പറയല. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു: പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റോൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണോ അമ്മ അപ്പൻ, അങ്ങനെയാണ് മക്കളെന്ന് പറയുക. കണ്ടുപഠിക്കുന്നു കാരണവന്മാരെ. ഇപ്പം വീട് ഒരു ചന്തയാണോ? അങ്ങനെയായോ? ആ വാക്കുകൾ മക്കൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇത് 8 തെറ്റായ കുടുംബങ്ങൾ. എങ്കിൽ 9ഉം 10ഉമായിട്ട് നമ്മുടെ വീട് മാറണം. പാറമേൽ പണിത വീട് എന്ന് പറയുമ്പോൾ 9ഉം 10ഉം മോഡൽ. 9 വീട് ഒരു വിദ്യാലയം. 8 മോഡലുകളെ ഉപേക്ഷിക്കുക. അതിനാണ് ധ്യാനങ്ങൾ, കുടുംബജീവിത സെമിനാറുകൾ, ധ്യാനചിന്തകൾ. 9 വീട് ഒരു വിദ്യാലയം. വീട് ഒരു സർവകലാശാലയാണ്. അവിടുത്തെ അധ്യാപകർ അപ്പനും അമ്മയുമാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ മക്കളാണ്. അപ്പനെയും അമ്മയും കണ്ടുവേണം മക്കൾ പഠിക്കാനായിട്ട്. അപ്പനെയും അമ്മയും കണ്ടുപഠിക്കുന്ന മക്കൾ, അതാണ് വീട്. ആ വീടിനെ വിളിക്കും വീട് ഒരു സർവകലാശാല, വീട് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൻ്റെയും അമ്മയുടെയും മാതൃക മക്കൾ കണ്ടുപഠിക്കുന്നു. കുർബാനയ്ക്ക് സമയത്ത് പോകുന്ന അപ്പനും അമ്മയാണോ, മക്കളും അതുപോലെ പോകും. രാവിലെ 8 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന. 7:45 ഇറങ്ങിയാൽ 8 മണിക്ക് വരും. ആ സമയത്താണ് അമ്മയും 5 വയസ്സുള്ള മോനും കൂടെ ഇറങ്ങി. അപ്പനെ കാണാനില്ല. നോക്കുമ്പോൾ അപ്പൻ ക്രിസ്മസ് പപ്പായെ പോലെ ക്രീമെല്ലാം പുരട്ടി ഷേവിങ് സെറ്റും പിടിച്ചിരിക്കുകയാണ്. അമ്മ ചോദിച്ചു: നിങ്ങൾ വരുന്നില്ല മനുഷ്യ, നീയും കൊച്ചുകൂടെ പൊക്കോടി, ഞാൻ പറയാനും വന്നേക്കാം. ആ കുഞ്ഞിന് കിട്ടുന്ന പാഠം എന്താ? അപ്പന് വേണ്ടാത്ത ഈ സാധനം എനിക്കും വേണ്ട. സുവിശേഷ എവങ്കേലിനൊക്കെ വായനയായപ്പോൾ അമ്മ കൊച്ചമ്മയെ വിളിച്ചു: അമ്മേ എന്നാടാ, നോക്കമ്മേ എന്നാടാ, ദാണ്ടമ്മേ നമ്മുടെ പട്ടി. നോക്കുമ്പം വീട്ടിലെ പട്ടി നമ്മുടെ നാട്ടിൽ പള്ളിയുടെ പുറത്തിരിക്കുന്നു. അമ്മ ഛേ
പട്ടിയെ നോക്കാതെ ആൾക്കാരെ നോക്കാൻ പറഞ്ഞു. ഓശാനിയായപ്പോൾ വീണ്ടും കൊച്ച് ദാണ്ടമ്മേ നമ്മുടെ അപ്പൻ കൊച്ചിന് പിടികിട്ടി, അപ്പനേക്കാൾ സ്റ്റാൻഡേർഡ് പട്ടിക്കാണ്. കാരണം പട്ടി സുവിശേഷവായനയായപ്പം വന്നു, അപ്പം വന്നപ്പം കാഴ്ചവെപ്പും കഴിഞ്ഞു പോയി. എതിർ സാക്ഷ്യങ്ങൾ. പ്രാർത്ഥിക്കാൻ കൂടെയില്ലാത്ത അപ്പൻ, ആ അപ്പനേക്കാൾ മക്കൾക്ക് ഒരു എതിർ സാക്ഷ്യമാണ്. പ്രാർത്ഥിക്കാത്ത കുടുംബത്തിൽ മക്കൾക്ക് അപ്പൻ ഒരു എതിർ സാക്ഷ്യമാണ്. കണ്ടുപഠിക്കണം. പള്ളിയിൽ പോകുന്ന, കുർബാനയിൽ പങ്കെടുക്കുന്ന, കുമ്പസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയാണോ മക്കളും അത് കണ്ടുപഠിക്കുകയാണ്. വീട് ഒരു വിദ്യാലയം. നമ്മുടെ ജീവിതം കുഞ്ഞുങ്ങൾക്ക് മോഡലാക്കി മാറ്റുമ്പോൾ അതിന് വിളിക്കുന്ന വാക്ക് വിദ്യാലയം. 10, വീട് ഒരു ദേവാലയം. നമ്മുടെ വീട് ഒരു ദേവാലയമായിട്ട് മാറണം. വഴക്കില്ല, ബഹളമില്ല. ശാലോം ചാനലുണ്ട്, ഗുഡ്നസ് ചാനലുണ്ട്, സഭയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുണ്ട്. കുടുംബത്തിൽ ഒരു ക്രൈസ്തവ അന്തരീക്ഷം, വിധേയത്വമുള്ള ഒരമ്മ, സ്നേഹിക്കുന്ന ഒരപ്പൻ, വഴക്കും ബഹളമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ. ഇത് മക്കൾ കണ്ടുപഠിക്കണം. വീട് ദേവാലയമാണെങ്കിൽ ആ ദേവാലയത്തിൻ്റെ മോഡൽ ബൈബിളിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു ദേവാലയത്തെ നമ്മൾ കാണും. ലൂക്കോസ് 2-ാം അധ്യായം. യേശുവിൻ്റെ 12-ാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോവുകയാണ്. യഹൂദർക്കൊരു പാരമ്പര്യമുണ്ട്. 12 വയസ്സ് വരെ ഒരു യഹൂദ ബാലൻ ഗ്രാമത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12-ാം വയസ്സിൽ കയറുമ്പോൾ ഗ്രാമത്തിൽ പഠിച്ചത് ശരിയാണെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി ജെറുസലേമിലെ ദേവാലയത്തിൽ ചെല്ലണം. മതനിയമങ്ങൾ കൃത്യമായി പാലിച്ച യൗസേപ്പും മറിയവും കൂടി യേശുവിനെ സിനഗോഗിൽ ബൈബിൾ പഠിപ്പിച്ചിരുന്നു. 12-ാം വയസ്സിൽ അവർ പാരമ്പര്യം പാലിക്കാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒറ്റ വഴിയുള്ളൂ പോകാൻ, അതിനെ തിരിച്ചു വരാൻ പറ്റിയല്ല. ഞെങ്ങി 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 ദേവാലയത്തിലേക്ക് എല്ലാവരും പോകും. വേറൊരു വഴി ഇറങ്ങി ഒരു നാൽക്കവലയിൽ വരും. അവിടെ വരുമ്പോഴാണ് ഒറ്റവരെയും ഉടയവരെയും കണ്ടുപിടിക്കുക. അപ്പം മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ നടന്നു പ്രാർത്ഥന കഴിഞ്ഞു. 12 വയസ്സ് വരെ യഹൂദൻ ബാലനാണ്. അവൻ അമ്മയുടെ കൂടെ നടക്കണം. യൗസേപ്പ് കരുതി അമ്മയുടെ കൂടെ കാണും. 12 കഴിഞ്ഞാൽ അവൻ യുവാവാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ നടക്കണം. കൃത്യം 12-ാം വയസ്സിൽ 2 കൂട്ടത്തിലും നടക്കാം. യേശുവിന് 12-ാം വയസ്സാണ്. യൗസേപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ, മറിയം കരുതി യൗസേപ്പിൻ്റെ കൂടെ. ഒരു ദിവസം നടന്നപ്പോഴാണ് 2 കൂട്ടത്തിലും കണ്ടില്ല. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ എന്തോ ഒരു വഴക്കായതിനും എന്നാ ഇളക്കമായിരുന്നുള്ളൂ, മോനെ കൊണ്ടുപോകാൻ തപ്പിപ്പിടിച്ചുകൊണ്ട് പോവാ, താനല്ലേ കൊണ്ടുപോയത്. ആണുങ്ങൾ പറയും പെറ്റവളാ പോറ്റേണ്ടത്, കുശന് തൊട്ട് അമ്മയുടെ ഡ്യൂട്ടിയാണ്. ഒരു വഴക്കുമില്ല. 2 പേരും കൂടെ തിരിച്ചു ദേവാലയത്തിൽ ചെന്നു, മോനെ കണ്ടുപിടിച്ചു, കൂട്ടിക്കൊണ്ട് പോന്നു. വഴക്കും ബഹളവുമില്ല. ദേവാലയമായ കുടുംബം. ഈ യൗസേപ്പും മറിയവും കൂടി വഴക്കുണ്ടാക്കിയെന്ന് ഈയിടെയാണ് നാട്ടിൽ വാർത്ത വന്നത്. മനോരമ, മംഗളം, ദീപിക, മാതൃഭൂമിയിൽ വലിയ വാർത്ത. അവിടെ വഴക്ക് എവിടെ വെച്ചായിരുന്നു? കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അവിടെ വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത. സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. ഇവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. വണ്ടിയുടെ പേരുകൾ അങ്ങനെയാണല്ലോ. ചങ്ങനാശ്ശേരിയുടെ വണ്ടിയെ പോകുമ്പം അനൗൺസ്മെൻറ്റ്, അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴയിലൂടെ വൈകിട്ട് 3:30 വരുമ്പോൾ ഒരുപാട് ബസ്സുകൾ, BPMS, മുണ്ടമറ്റം, ടീ ഗാർഡൻ, പ്രകാശ്, റോഡ് ലൈൻസ്. ഇപ്പം 3:30 കേൾക്കാം, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം എന്നാണ് അനൗൺസ്മെൻറ്റ്. ഏറ്റവും രസമുള്ള വണ്ടി പാലായിലാണ്. പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം 4:30 ആകുമ്പം 2 ബസ്. ഒന്ന് പാല വൈക്കം ചിലങ്ക, മറ്റൊന്ന് പാല കല്ലറ ജീവൻ ട്രാവൽസ്. അത് പോകുന്നത് പാല മറിയാട്ടുപള്ളി, കുറവലങ്ങാട് കുറുപ്പന്തല വഴി പഴയ കല്ലറ എന്ന സ്ഥലത്തേക്കാണ്. വൈകിട്ട് 4:30 അനൗൺസ്മെൻറ്റ് കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്, കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു എന്നാണ് പറയുക. യൗസേപ്പും മാതാവും തമ്മിൽ വഴക്കവുമില്ല. സ്നേഹത്തിൻ്റെ രമ്യതരഹിതമായൊരു കുടുംബം. ഇപ്പോൾ ദൈവം ചേർത്ത കുടുംബങ്ങളും ഇങ്ങനെയാണ്. സ്നേഹത്തിൻ്റെ രമ്യതയിലായിരിക്കാൻ ദൈവം ചേർത്ത് വെച്ച കുടുംബം. ഇന്ന് ചെറുതും വലുതുമായ പ്രശ്നങ്ങളിലൂടെ കുടുംബത്തിൽ അസ്വസ്ഥത വരുമ്പോൾ ചിലപ്പോഴെങ്കിലും വീട് ഒരു നരകമായതുകൊണ്ടാകാം, ഒരു ബ്യൂട്ടി പാർലർ ആയതുകൊണ്ടാകാം, മദ്യഷാപ്പായതുകൊണ്ടാകാം, കശാപ്പ് കട ആയതുകൊണ്ടാകാം ഡൈവോഴ്സ് കേസുകൾ വർദ്ധിച്ചു വരുമ്പം നമ്മുടെ വീട് ദേവാലയമാക്കി മാറ്റണം. കുടുംബ കോടതിയിലെ കേസ് തന്നെ മതി നിങ്ങളെ 10 ദിവസം ഇതുപോലെ ഇരുത്തി പറഞ്ഞുകൊണ്ട് പോകാനായിട്ട്. എത്ര കേസുകളാണ്?
ഞാൻ കുടുംബ കോടതിയെ സഹായിക്കുന്ന വക്കീലും കൂടാണ്, പ്രൊഫഷനിൽ. ഇപ്പം ചിലപ്പോഴൊക്കെ ചില കേസുകൾ വരുമ്പം ചില ജഡ്ജിമാർ കോടതിയിൽ ഇട്ടു തരുന്ന കേസ് നേരത്തെ തീർക്കാൻ വേണ്ടി വേറെയിലേക്ക് പറഞ്ഞു വിടും, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടി. കുറേ നാൾ മുമ്പ് തീർത്തൊരു കേസ് എൻ്റെ ഓർമ്മയിലുണ്ട്. 35 ലക്ഷം രൂപ സ്ത്രീധനം, 301 പവൻ. 7-ാം ദിവസം പിരിയാൻ പറഞ്ഞു. കുടുംബ കോടതിയും പറഞ്ഞു, സഭാകോടതിയും പറഞ്ഞു, മാറിക്കോളാൻ പറഞ്ഞു. കാരണം ഇവനൊരു കുഴപ്പം, ഇവൻ്റെ ഭാര്യയ്ക്ക് ഇവൻ്റെ ഉച്ചി മുതൽ താടി വരെ തൊടാം, വേറെ എവിടെ തൊട്ടാലും ഫ്രീസറിലെ വെള്ളം പോലെ ഇവൻ്റെ ശരീരം തണുത്തു പോവും, മരിച്ചു പോവും. അവനെ ചേട്ടാന്ന് തോണ്ടി വിളിക്കണമെങ്കിൽ സ്പൂൺ കൊണ്ടും പോർക്കൊണ്ടും കിളി വിളിക്കണം, വിരലുകൊണ്ട് തൊടാൻ പറ്റിയേല. 10 ദിവസം പറഞ്ഞ് കേസ് തീർത്തു. അവസാനം 50,000 രൂപയുടെ ഗോദ്രജിൻ്റെ ഒരലമാരിയുണ്ട്. ഈ അലമാരി അവൻ പറയുന്നു നിൻ്റെ ഓർമ്മയ്ക്കായി വെച്ചിട്ട് പോകണം. അവൾ പറഞ്ഞു ഇറുക്കിരി പോലും ഇട്ടിട്ട് പോവുകയല്ല. അവസാനം 2 പേരും അലമാരിയും വേണമെന്ന് പറഞ്ഞു. കേസ് തീർത്തു. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞു. രാവിലെ കുർബാനയും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് കാലിൽ നീട്ടി പത്രവും വായിച്ചിരിക്കുമ്പോൾ എൻ്റെ മുറിയുടെ വാതിൽക്കൽ എന്നൊരു ശബ്ദം മുറ്റത്ത്. നോക്കുമ്പം ഒരു മിനി ലോറിപ്പുറത്ത് ഗോതത്തിൻ്റെ അലമാര, പെണ്ണിൻ്റെ അപ്പൻ, 3 ചുമട്ടുകാർ. ഞാൻ തന്നെ അച്ഛൻ പ്രതിഫലമൊന്നും മേടിക്കാതെ ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, അലമാരി അവനും വേണ്ട ഞങ്ങൾക്കും വേണ്ട, അച്ഛൻ ഇരിക്കട്ടെന്നും പറഞ്ഞ് അത് ഇറക്കി വെച്ചിട്ട് പോയി. ഇന്ന് പറഞ്ഞെങ്ങാനും തയ്യാറായി എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ കുർബാനക്കുപ്പായും തൂക്കുന്ന അലമാരി അച്ഛനായി എനിക്ക് ഡൈവോഴ്സിന് കിട്ടിയ ആദ്യത്തെ പീസാണ്. 100 സംഭവങ്ങൾ. കോടതി ഫലിതങ്ങൾ തന്നെ മതി ഒരു കുടുംബ നവീകരണ ധ്യാനം ഒരാഴ്ചക്കാലം നയിക്കാനായിട്ട്. എത്രയോ സംഭവങ്ങൾ. ഇപ്പം ഇവിടെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന കുടുംബം, അതിൻ്റെ മഹത്വത്തിലും വലിയിലുമൊക്കെ നമ്മൾ കാണുക എന്നാണ് പറയുക. അതുകൊണ്ടാണ് ക്രൈസ്തവ ദാമ്പത്യ ജീവിതത്തെ വിളിക്കുന്ന വാക്ക് തന്നെ കവനൻ്റ് എന്നാണ്. ഓർത്തോണം, കവനൻ്റ്. ഹിന്ദുവിൻ്റെ കല്യാണത്തെ വിളിക്കുന്നത് കോൺട്രാക്റ്റ് എന്നാണ്. അടിസ്ഥാന അർത്ഥം ഉടമ്പടിയാണ്. ഉടമ്പടിക്ക് 2 വാക്കുണ്ട്, കോൺട്രാക്റ്റ്, കവനൻ്റ്. നരേന്ദ്രമോദിക്ക് ഒബാമയുമായി കവനൻ്റ് ഇല്ല, കോൺട്രാക്റ്റ്. മോശയ്ക്ക് ദൈവവുമായി കോൺട്രാക്റ്റ് ഇല്ല, കവനൻ്റ്. ഞങ്ങളുടെ പൗരോഹിത്യം ദൈവവുമായി കോൺട്രാക്റ്റ് ഇല്ല, കവനൻ്റാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കോൺട്രാക്റ്റ് ഇല്ല, കവനൻ്റാണ്. 2 വശത്ത് മനുഷ്യനാണെങ്കിൽ അത് കോൺട്രാക്റ്റ്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ അത് കവനൻ്റ്. ഹിന്ദുവിൻ്റെ കല്യാണം എന്നും കോൺട്രാക്റ്റാണ്, കോൺട്രാക്റ്റ്. കാരണം ഇന്ത്യൻ നിയമത്തിൽ 1858 ഇന്ത്യൻ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഹിന്ദുവിൻ്റെ കല്യാണം. അതിന് പ്രകാരം ഭർത്താവിനെയും മക്കളെയും വീടിനെയും നന്നായിട്ട് നോക്കാത്ത ഭാര്യ ഉടമ്പടി ലംഘിച്ചവളാണ്, അവളെ ഉപേക്ഷിക്കാം. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നോക്കാത്ത കെട്ടിയവൻ ഉടമ്പടി ലംഘിച്ചവനാ, അവനെ ഉപേക്ഷിക്കാം. അതുകൊണ്ടാണ് RSS നേതാവ് മോഹൻ ഭാഗവത് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പ്രസംഗിച്ചത്, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കാത്ത ഭാര്യയെ ഉപേക്ഷിക്കണം, ഭാര്യയും കുഞ്ഞുങ്ങളെ നോക്കാത്ത ഭർത്താവിനെ ഉപേക്ഷിക്കണം. ഹിന്ദുക്കൾക്ക് വിവാഹമോചനം എളുപ്പമാണ്. മുസ്ലിം സഹോദരങ്ങൾക്കും അങ്ങനെയാണ്. ശരീഅത്ത് വ്യക്തി നിയമപ്രകാരം ഒരു സമയം 4 ഭാര്യമാരെ വെക്കാം നിയമപ്രകാരം. ഒരാളെ എക്സ്ട്രാ വേണോ, എന്നാൽ ഒരാളെ മുടി ചൊല്ലിയിട്ട് അടുത്തയാളെ. കാരണം അവർക്കും അത് കോൺട്രാക്റ്റാണ്. നമ്മുടേതോ മത്തായി 19:6 ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തരുത്. പള്ളിയിൽ വെച്ച് മേരി പിടിച്ചത് മാത്യുവിൻ്റെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. മാത്യു പിടിച്ചത് മേരിയുടെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. പിന്നെ എന്തു വന്നാലും ഉപേക്ഷിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് വിവാഹമൊക്കെ ഇത്രയും ഗൗരവമുള്ളതുകൊണ്ടാണ് പല പ്രാവശ്യം ചോദിച്ചുറപ്പിച്ചിട്ടാണ് ഈ ഉടമ്പടി പുതുക്കുന്നത്. യോഹന്നാൻ 21 ശിരസായ മിശിഹ ഉടലായ സഭയെ പത്രോസിനോട് നോക്കാൻ പറഞ്ഞത് 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് ഉടമ്പടി ഉറപ്പിച്ചത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടാണ് വിവാഹം മനസ്സാണോ ആവർത്തിച്ച് ചോദിച്ചുറപ്പിക്കുക. പ്രത്യേകിച്ച് 3 പ്രാവശ്യത്തെ ചോദ്യമുണ്ട്. ആദ്യം പെണ്ണ് കാണാൻ ചെന്നപ്പം ചെറുക്കനെ കണ്ടപ്പോൾ, പിന്നീട് ഉറപ്പിയിരുന്ന്, 3ാമത് വിവാഹത്തിന്. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്, ഗൗരവമുള്ളതായതുകൊണ്ട് കാണിക്കാൻ വേണ്ടി. തന്നെയുമല്ല 3 ക്രൈസ്തവർക്കിടയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. 3 എന്ന അക്കത്തിന്. മോശ സീനായ് മല കയറിയതിൻ്റെ 3ാം ദിവസമാണ് പ്രമാണങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 നാൾ കിടന്നു. യേശു പറഞ്ഞു ദേവാലയം തകർത്താൽ 3ാം ദിവസം ഉദ്ധരിക്കാം. യേശുവിൻ്റെ കൂട്ടത്തിൽ 3 ശിഷ്യന്മാർ എപ്പോഴും നടന്നു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യോഹന്നാൻ 2 കാനായിൽ 3ാം ദിവസം വിവാഹ വിരുന്ന് നടന്നു. തന്നെയുമല്ല യേശുവിനെ 12ാം വയസ്സിൽ ദേവാലയത്തിൽ പോയ അന്നു മുതൽ ഒരു 3ൻ്റെ അക്കം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിഴലുപോലുണ്ട്. 12ാം വയസ്സിൽ അവനെ ദേവാലയത്തിൽ 3 ദിവസം കാണാതെ പോയി.
ജീവിതാവസാനത്തിനും അവനെ 3 ദിവസം കാണാതെ പോയി. ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് വരെ. അതുകൊണ്ടാണ് ക്രൈസ്തവ സ്വാധീനത്തോടത് ലേലം പിടിക്കുന്നത്. 1 തരം, 2 തരം, 3 തരം. 3 ഒരു ഉറപ്പാണ് നമ്മൾ കണ്ടെത്തുക. അതുകൊണ്ടാണ് ഇന്ന് വിവാഹമൊക്കെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ ഓർക്കുക, ഫേസ്ബുക്ക് കണ്ടോ, കമ്പ്യൂട്ടറിൽ പരസ്യം കണ്ടെന്നും കല്യാണം ഉറപ്പിച്ചേക്കല്ല്, കല്യാണം ഉറപ്പിക്കരുത്. ഒരു പെണ്ണിനെക്കുറിച്ച് പരസ്യം വന്നു, മുല്ലപ്പൂ മുട്ടുപോലെ പല്ലുള്ള പെണ്ണിന് അനുയോജ്യനായ വരനെ ആവശ്യമുണ്ട്. ഒരു ചെറുക്കൻ്റെ അപ്പന് ഇഷ്ടപ്പെട്ടു, ആലോചന ശരിക്കും നടത്തി. ഒരാഴ്ച കഴിഞ്ഞു നേരിക്കണ്ട് ഉറപ്പിക്കാൻ ചെന്നപ്പോഴാണ് മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞ പല്ല് കാട്ടുപന്നിയുടെ തേറ്റ പോലെ ചാടി കിടക്കുന്നു. ചെറുക്കൻ്റെ അപ്പൻ ചോദിച്ചു, എന്തൊരു വഞ്ചന, മുല്ലപ്പൂ മുട്ടെന്ന് പറഞ്ഞിട്ട്. പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു, പൊന്നു സാറേ, വഞ്ചിച്ചതല്ല, പരസ്യം ഇട്ടപ്പം മുട്ടായിരുന്നു, ഒരാഴ്ചയായില്ലേ, വിടർന്നു പോയതാണ്, ഇതിങ്ങനെ നിൽക്കുന്നു. ഇന്ന് നമുക്ക് ആരെയും വിശ്വസിക്കാൻ മേലാത്ത കാലം. ഒരു പെണ്ണ് കല്യാണത്തിന് നിന്ന് മുടിക്ക് നീളം കിട്ടാൻ വേണ്ടി എക്സ്ട്രാ മുടി പിൻ ചെയ്ത് വെച്ചു. നെഞ്ചിന് പൊലിമ കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന് പാത്രം എടുത്ത് ഇവിടെ വെച്ചു. വയറെ ശീലിന് തകിടും വെച്ചു. ആദ്യ രാത്രി കിടക്കാൻ നേരത്ത് കെട്ടിയവൻ നോക്കുമ്പോൾ ഇവിടെ മുടിയടിച്ച് കട്ടിലേ വെച്ചു. നെഞ്ചയിലെ പ്ലേറ്റ് എടുത്ത് ഒപ്പം വെച്ചു. വയറിലെ തകിടെടുത്ത് ചേർത്ത് കട്ടിലേ വെച്ചു. ഇവൻ പറഞ്ഞു, സത്യം പറയടി, നിൻ്റെ കൂടെ ഞാൻ ഈ കട്ടിലേ കിടക്കണോ അതോ ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ കയറി ഈ കട്ടിലേ കിടക്കണോ? ഒന്നും വിശ്വസിക്കാൻ മേലാത്ത ലോകം. അവിടെയാണ് ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന ഭർത്താവ്, മകളെ തന്നെങ്കിൽ മക്കൾ, അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ പതിപ്പായിട്ട് കുടുംബജീവിതം നയിക്കുവാൻ ദൈവം വിളിക്കുന്നു. ഉടമ്പടിയുടെ ജീവിതമായി ദൈവം ഏൽപ്പിച്ച കുടുംബത്തെ ഒരു വിദ്യാലയമാക്കി, ദേവാലയമാക്കി സൂക്ഷിക്കാൻ ദമ്പതികൾ കഴിയുമ്പോഴാണ് ആ വീട് ഭാഗ്യമുള്ള കുടുംബം എന്ന് പറയുക. ഇതായിരുന്നു ബൈബിളിൽ അബ്രഹാമിൻ്റെ കുടുംബം, ഇസഹാക്കിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം, നസസിൻ്റെ കുടുംബം. അതിൻ്റെ പട്ടികയിലാണ് ഇന്നത്തെ ക്രൈസ്തവ കുടുംബം. നാളെ നമ്മുടെ മക്കളുടെ കുടുംബം. കുടുംബജീവിതം റിലേ ഓട്ടം പോലെയാണ്. ഒരു ബാറ്റണം കൊണ്ട് ഓടുന്നു, അടുത്തവർക്ക് കൈമാറുന്നു. ഇന്നത്തെ അപ്പനും അമ്മയും നാളത്തെ മക്കൾക്ക്, അവർ അടുത്ത തലമുറയ്ക്ക്. അങ്ങനെ മണവാളൻ്റെ വരവായ 2ാമത്തെ ആഗമന ദിവസം വരെ കുടുംബത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാനും ജീവിതത്തെ വിശദീകരിക്കുവാനും ദൈവം വിളിക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് മകനുമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ കുടുംബം പോലെ വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ള കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. തിരുകുടുംബം പോലെ പ്രാർത്ഥനയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കാക്കണമേ. യോബിൻ്റെ കുടുംബം പോലെ സഹനങ്ങളും വേദനകളും വരുമ്പം തളരാതെ ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി എന്ന് സന്തോഷത്തോടെ പറയുവാൻ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. നിൻ്റെ ഹിതം മാത്രം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറവേറ്റണമേ. തമ്പുരാൻ ഇഷ്ടപ്പെട്ട കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തണമേ. അപ്പസ്തോല പ്രവൃത്തികളിൽ വായിക്കുന്നത് പോലെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കുടുംബം രക്ഷ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.